2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം വായിക്കും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിന് പകരും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ഞാൻ ആ നാളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളിപ്പോ കഴിഞ്ഞൊക്കെ പഠിച്ചൊരു കാര്യമാണ്. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ട് യേശുവിന്റെ ശുശ്രൂഷ ആർക്ക് കൊടുത്തു? തന്റെ ശിഷ്യന്മാരുടെ മേൽ പകരപ്പെട്ടു. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ മേൽ മാത്രമല്ല, യേശുവിന്റെ അമ്മ മറിയ, സഹോദരൻ, അവരടങ്ങുന്ന 120 പേര് സംഘത്തിന്റെ മേൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ശുശ്രൂഷ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ യേശു സ്വർഗാരോഹണം ചെയ്തതോടെ ആ ശുശ്രൂഷ തീർന്നു പോയില്ല. പിന്നെ എന്താണ്? അടുത്തൊരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തൊരു തലമുറ, അടുത്തിരിക്കുന്ന ആണ്ടൊക്കെ കരം കൊടുത്ത് പറയാൻ, ഒരു പുതിയൊരു തലമുറ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. പുതിയൊരു തലമുറ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. പുതിയൊരു തലമുറ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. യേശു തീർന്നതോടെ തീർന്നു പോയില്ല, പുതിയൊരു തലമുറ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിതൊരു ആഗ്രഹിക്കുന്ന ഈ കൊച്ചുമക്കളെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പുതിയൊരു തലമുറ, പുതിയൊരു തലമുറ ദൈവത്തിന്റെ വേലയ്ക്ക് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അടുത്തൊരു ജനറേഷൻ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെ തലമുറ എന്ന് പറഞ്ഞാൽ മദ്യപാനത്തിനും മയക്കുമരുന്നിന് അടിമയായി പാപത്തിന്റെ പിന്നാലെ നടന്ന് പല തലമുറകൾ നശിച്ചു പോയപ്പോൾ അടുത്തൊരു തലമുറ എന്ന് പറയുന്നത് മദ്യപാനത്തിന്റെ മയക്കുമരുന്നിന് പിന്നാലെ പോകുന്ന തലമുറയല്ല, ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരു തലമുറ. പ്രത്യേകിച്ച് നമ്മൾ കടൽക്കരയിൽ താമസിക്കുന്ന ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തലമുറ എന്ന് പറയുന്നത് മദ്യപാനത്തിന് മയക്കുമരുന്നിന് അടിമയല്ലേ. എല്ലാവരും കുടിക്കാത്തൊരു 100 പേരെ എടുത്താൽ 90 പേര് വന്ന് കുടിക്കും. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു തലമുറ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത തലമുറ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്തൊരു തലമുറ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് മദ്യം തൊടാതെ, മയക്കുമരുന്ന് തൊടാതെ ദൈവത്തിന്റെ വേലക്കാരായി മാറുന്ന, ദൈവത്തിന്റെ ശക്തരായ വേലക്കാരായി മാറുന്ന ഒരു തലമുറ അടുത്ത് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു തലമുറ? എന്റെ തലമുറ ദൈവത്തെ ഉയർത്തുന്ന, ബൈബിളും എടുത്തുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു തലമുറ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചുമക്കളെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, അടുത്തൊരു തലമുറ ഈ മക്കളെ ഇതേപോലെ നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ ഈ മക്കൾ വഴിതെറ്റി പോകത്തില്ല. ഹല്ലേലൂയ. ഈ മക്കൾ ലോകത്തിന്റെ പിന്നാലെ പോകത്തില്ല, അവർ ദൈവത്തിന്റെ പിന്നാലെ പോകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്ന ഒരു തലമുറയെ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ഞാൻ പറയാ, ഇന്ന് പങ്കെടുക്കാൻ നിങ്ങൾ പറയുന്ന ഓരോ മക്കളും ഞാൻ പ്രവചിച്ച് പറയുന്നു, ഇവരെല്ലാം ലോകം അറിയപ്പെടുന്ന അഭിഷിക്തരാക്കി മാറും. ഹല്ലേലൂയ. ഇവർ കൊച്ചിലെ തന്നെ ഇപ്പോഴൊക്കെ ബൈബിൾ വായിക്കുന്നു. ഹല്ലേലൂയ. ബൈബിൾ പഠിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവർ വരുന്ന നാളിൽ യേശുവിനെ പ്രസംഗിക്കുന്നവരായി മാറും. അപ്പനമ്മ യേശുവിനെ പ്രസംഗിച്ചിട്ടില്ല, പ്രതിബദ്ധത്തിട്ടില്ല. പക്ഷെ മക്കൾ എന്ത് ചെയ്യാണ്? കൊച്ചിലെ തന്നെ സ്റ്റേജിൽ വന്ന് ഇന്ന് യേശുവിനെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. അവന് ഓരോ വാക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ പിന്നത്തിൽ എന്തായി മാറും? ഹല്ലേലൂയ. ഇവർ വലിയ പ്രാസംഗികരായിട്ട് മാറും, യേശുവിനെ പ്രസംഗിക്കുന്നവരായിട്ട് ഇവർ മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ കുറിച്ച്. ഈ ദൈവത്തിന്റെ അഭിഷേകത്തെ ഈ പുതിയ തലമുറയിലേക്ക് ദൈവം പകരുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരുടെ പേര്
ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കാത്തവരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് 120 പേർ അടങ്ങുന്ന സംഘം കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടു. അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ട് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ആ യെരൂശലേം ദേവാലയത്തിൽ ധാരാളം ആൾക്കാർ വന്നുകൂടി. ഇവരുടെ ബഹളം കേട്ടിട്ട് അവരൊക്കെ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവർ കള്ളു കുടിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഹല്ലേലൂയ. അവരെല്ലാം ഞെട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. കാരണം ഇതുവരെയ്ക്ക് അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇതാ ഗലീലക്കാർ ഇതാ മറ്റുള്ള ഭാഷയിൽ സംസാരിക്കുന്നു. ഗലീലക്കാർ സാധാരണ അരാമ്യ ഭാഷ മാറ്റിയിട്ട് അരാമ്യ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, തെലുങ്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അവരെല്ലാം ഞെട്ടി. അവർ സംസാരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ വൻകാര്യങ്ങളായി, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ. ഇന്നത്തെ തലമുറ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, കള്ള് കുടിച്ചോണ്ട് തെറി വിളിക്കുകയും വഴക്ക് കൊടുക്കുകയും അടിപിടി കൊണ്ടുന്ന തലമുറ മാറിയിട്ട് അടുത്തൊരു തലമുറ എഴുന്നേൽക്കുകയാണ്. ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. എന്ത് പ്രസ്താവിക്കുന്നേ? ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ, ദൈവത്തെ പ്രസംഗിക്കുന്ന ഒരു തലമുറ ഇതിന്റെ അകത്ത് പുറത്തു വരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല, കള്ളു കുടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതല്ല. ഹല്ലേലൂയ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്തത്രേ. ഹല്ലേലൂയ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഒന്നാമത് പറയുന്നത് അന്ത്യകാലത്ത് ഞാൻ സകലം ചേർന്ന് പറയാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കണ്ടോ ദൈവത്തിന്റെ വചനം കണ്ടോ? ഇവിടെ പറഞ്ഞ അന്ത്യ കാലഘട്ടത്തിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ അടുത്തിരിക്കുന്ന മക്കളുടെ തലയേൽപ്പിച്ച് പറയാം, പ്രവചിക്കട്ടെ, 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 പ്രവചിക്കട്ടെ. ഹല്ലേലൂയ. പ്രവചിക്കട്ടെ, പ്രവചിക്കട്ടെ. ഹല്ലേലൂയ. പ്രവചിക്കട്ടെ. ഹല്ലേലൂയ. പ്രവചിക്കട്ടെ. ഇവർ പ്രവചിക്കുന്നവരായി മാറട്ടെ. ശരി. ഹല്ലേലൂയ. ഇവർ പ്രവചിക്കട്ടെ. ഇവരാരായി മാറും? പ്രവാചകന്മാരായിട്ട് മാറണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ഒരു വെളിപ്പാടുന്ന മക്കളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളുടെ തലയൊക്കെ വെച്ച് പറയണം, എന്റെ മോളൊരു പ്രവാചകിയായിട്ട് മാറും, എന്റെ മോനൊരു പ്രവാചകനായി മാറും. എന്റെ ദൈവം നിങ്ങളുടെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവരൊരു പ്രവാചകനായിട്ട് മാറാനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ മക്കളുള്ളവർ പറയണം, ഹല്ലേലൂയ, എന്റെ മോനൊരു പ്രവാചകനായി മാറും, എന്റെ മോളൊരു പ്രവാചകിയായിട്ട് മാറും. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ വായാട്ട് സംസാരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വായാട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മക്കൾ എന്തായി മാറും? പ്രവാചകന്മാരായി മാറും. ഹല്ലേലൂയ. അടുത്ത അപ്പനമ്മയെ നോക്കി പറയാണ്, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് ദർശനങ്ങൾ തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വെളിപ്പാടുകൾ തരാൻ പോവാണ്. കാരണം എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളുടെ തലമുറയെ ദൈവത്തിന്റെ മക്കളായി വളർത്താൻ. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറയെ പിശാചിന് വിട്ടുകൊടുക്കാതെ ദൈവത്തിന്റെ മക്കളായി വളർത്താൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മളെ വളർത്തും പോലെ ആയിരിക്കും അടുത്ത നമ്മുടെ മക്കൾ വളർന്നു വരും. അടുത്ത നമ്മളെ മക്കൾ വളർന്നു വരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ.
അദ്ദേഹം പിതാവ് ഭയങ്കര മദ്യപാനിയായിരുന്നു. ഹല്ലേലൂയ. എന്നും കള്ളം കുടിച്ചിട്ട് വീട്ടിൽ പ്രശ്നമാണ്. ഹല്ലേലൂയ. എന്ന് ജോലിക്ക് പോകും, ഗവൺമെന്റ് ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് ഡെയിലി കള്ളം കുടിച്ചിട്ട് മക്കളെ അടി പ്രശ്നമാണ്. ഹല്ലേലൂയ. അങ്ങനെ അപ്പനൊക്കെ നല്ലതിലേക്ക് വന്നു. ഹല്ലേലൂയ. അടുത്ത് മക്കൾ വളർന്നു, 2 മക്കളാണ്. ഹല്ലേലൂയ. മക്കൾ വളർന്നു വന്നപ്പോൾ ഇപ്പോൾ അതിൽ ഒരു എന്ത് ചെയ്തു, കള്ളം കുടിച്ചുകൊണ്ട് അപ്പനെ അടിയും ഓട്ടിക്ക്, അമ്മയെ അടിയും ഓട്ടിക്കല്, അങ്ങനത്തെ വല്ലാത്ത പ്രശ്നത്തിലോട്ട് മാറി. ഹല്ലേലൂയ. ഇന്ന് അപ്പൻ ആ മോനെ കുറിച്ച് ദുഃഖിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അമ്മ പറയുന്ന മറുപടി, അപ്പനും പണ്ടിങ്ങനെയായിരുന്നു. ഇപ്പൊ അപ്പനെക്കാളും ഡബിളായിട്ടാണ് മോൻ വന്നത്. ഹല്ലേലൂയ. മോൻ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി അപ്പന് വേദനയായി. നേരത്തെ അപ്പൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നപ്പോ കുഴപ്പമില്ല. ഇപ്പൊ മോൻ ഡബിളായിട്ട് കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പന് വേദന. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ആദ്യം അപ്പനും അമ്മയും മക്കൾക്ക് എന്ത് കാണിക്കണം? മാതൃക കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാ ദിവസവും മക്കളെ പിടിച്ചിരുത്തി ബൈബിൾ വായിക്കാൻ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും മക്കളെ പിടിച്ചിരുത്തി കുടുംബ പ്രാർത്ഥന നടത്തണം. ഹല്ലേലൂയ. മക്കളെ കൊച്ചിലേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മക്കളെ പിടിച്ചിരുത്തി കുടുംബ പ്രാർത്ഥന നടത്തിയാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. ഞാൻ പറയാം, നിങ്ങളുടെ മക്കളെ പിടിച്ചിരുത്തി കൊച്ചിലേ തന്നെ വലിയ മക്കളായി കഴിഞ്ഞ ശേഷം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചിലേ നിങ്ങൾ ശീലിപ്പിക്കണം. ഹല്ലേലൂയ. ഈ മക്കൾ കൊച്ചിലേ ഇരിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? അവളെ പിടിച്ചിരുത്തി ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പഠിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ കൊച്ചിലേ തന്നെ മക്കളെ അങ്ങനെ നടത്തിയതൊക്കെ അവൻ വയസ്സായാലും വൃദ്ധനായാലും നിങ്ങൾ നടത്തുന്ന പാതയിൽ ഈ മക്കൾ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത് മക്കൾക്കാരെ ഞാൻ പറയാം, ഈ മക്കളെ നിങ്ങള് യേശുവിനെ കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് മക്കൾക്ക് ബൈബിൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്? ഹല്ലേലൂയ. എത്ര പേര് നിങ്ങളുടെ മക്കൾക്ക്, മോളെ നീ ഈ ബൈബിൾ വായിച്ചു പടി, മോനെ ഈ ബൈബിൾ വായിച്ചു പടി എന്ന് പറഞ്ഞ് എത്ര പേർ ബൈബിൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്? ഹല്ലേലൂയ. അപ്പൊ സ്കൂളിൽ വിടാൻ വേണ്ടി പുസ്തകം ബുക്കെല്ലാം വാങ്ങിക്കൊടുക്കും. ചിരിക്കുന്നു, ഫിയക്ക് ബൈബിൾ വാങ്ങി തന്നോ? ഹല്ലേലൂയ. അപ്പോ ഞാൻ പറയാം, നമ്മുടെ മക്കള് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് ബൈബിൾ വാങ്ങിക്കൊടുക്കണം. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയാം, ഇത് നീ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം വായിക്കണം. ഹല്ലേലൂയ. നീ ഇത് വായിച്ചു തീർക്കണം. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങൾ. ഈ വചനങ്ങളെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? മക്കൾക്ക് വാങ്ങിക്കൊടുക്കണം. മക്കളത് വായിച്ച് അതിലൂടെ ദൈവശക്തി മക്കളുടെ ഉള്ളിലോട്ട് കയറുകയും മക്കൾ അനുഗ്രഹമായിട്ട് മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേല് ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണാം. അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിളിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ദൈവം നിങ്ങളെ ദൈവത്തിന്റെ ദർശനങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാ ജോസഫ് സ്വപ്നം കണ്ടതുപോലെ നിങ്ങൾ ചില സ്വപ്നങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ഹല്ലേലൂയ. അവരും പ്രവചിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിളിക്കുന്ന ഓരോ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ദൈവത്തിന്റെ ദർശനങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ കൈമാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് സംസാരിക്കണം? ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ നീ എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. നീ എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കും. മനസ്സിലാകുന്നോ? എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നോട് സംസാരിക്കണം. അപ്പാ നീ എന്നോട് സംസാരിക്കണമേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് തുടങ്ങിക്ക് ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ഞാൻ എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവർ പ്രവചിക്കും. ഹല്ലേലൂയ. അവരും പ്രവചിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പുണ്ട്. നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് വേലക്കാരനോ വേലക്കാരിയോ ഉണ്ടെങ്കിൽ ദൈവം പറയുന്നത് അവരുടെ മേല്
ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവര് പ്രവചിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയുടെ ഇറങ്ങി എല്ലാവരും കരങ്ങളെ അടിച്ചത് ദൈവത്തെ സ്തുതിക്ക്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിടെ ഇറങ്ങി നിൽപ്പണ്ട്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇപ്പോൾ തന്നെ ഇറങ്ങി നിൽപ്പണ്ട്. കരങ്ങളെ അടിച്ചത് ദൈവത്തെ സ്തുതിക്ക്. ഒരു അസാധാരണമായ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. ഇപ്പോൾ തന്നെ സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട്. കരങ്ങളെ അടിച്ചവരെ സ്തുതിക്ക്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവിനെ പകരാൻ പോകുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തെ റമ ശകേ രകേ നദാ രമ വിഭോധന കരങ്ങളെ അടിച്ചവരെ സ്തുതിക്ക്. കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേര് ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണാം. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണാം. നിങ്ങളുടെ ദാസന്മാരുടെ ദാസിമാരുടെ ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവര് പ്രവചിക്കും. ഇന്ന് പകൽക്കാലം ആ ഒരു മേഖല ഇതിന്റെ അത് വെളിപ്പെടുകയാണ്. സ്വർഗ്ഗം ഇറങ്ങി നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കരങ്ങളടിച്ചവരെ സ്തുതിക്ക്. വിഭോധന ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തിൽ ചലിക്കുകയാണ്. ഇത് അന്ത്യകാലഘട്ടമാണ്. ഈ അന്ത്യകാലഘട്ടത്തിൽ കിട്ടാതിരിക്കരുത്, അടങ്ങിയിരിക്കരുത്. ദൈവത്തിന്റെ ശക്തരായ വേലക്കാരായി ദൈവം നിങ്ങളെ മാറ്റിക്കുകയാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം വിഭോധന വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിഭോധന ദൈവത്തിന്റെ കരവിടെ ചലിക്കുന്നു. ഓ ജീസസ്, എത്ര പേർ ആഗ്രഹിക്കുന്നു, എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് ദൈവത്തിന്റെ വേലക്കാരായി മാറണം, എനിക്ക് ദൈവത്തിന്റെ വേലക്കാരായി മാറണം, ദൈവത്തിന്റെ വേലക്കാരായി മാറണം. അപ്പൊ വിളിച്ചു പറ, അന്ത്യകാലത്ത് എനിക്ക് ദൈവത്തിന്റെ പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. വിളിച്ചു പറ, അന്ത്യകാലഘട്ടത്ത് സകല ജഡത്തിന്റെ മേൽ ഞാൻ എന്റെ ആത്മാവിന് പകരം നിങ്ങളുടെ പുത്രന്മാര് പുത്രിമാര് പ്രവചിക്കും. നിങ്ങളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു, നിങ്ങളെല്ലാവരും പ്രവചിക്കും. പ്രവചിക്കും. അടുത്ത ആണ്ട് കരങ്ങളെന്ന് പറയാം, നിങ്ങൾ പ്രവചിക്കും, നിങ്ങൾ പ്രവചിക്കും, നിങ്ങൾ പ്രവചിക്കും, നിങ്ങൾ പ്രവചിക്കും. അത് നിങ്ങൾ മക്കളുടെ തലയ്ക്ക് പറയാം, എന്റെ മോൾ പ്രവചിക്കും, എന്റെ മോൻ പ്രവചിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ മോൾ പ്രവചിക്കും, എന്റെ മോൾ പ്രവചിക്കും, എന്റെ മോൻ പ്രവചിക്കും. ഹല്ലേലൂയ. പകൽക്കാലം നിങ്ങളോട് പറയാം, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഞാനത് ആഗ്രഹിക്കുന്നു. കൊച്ചു മക്കൾ പ്രവചിക്കണം. അങ്ങനെ ഒരു തലവൻ വീണ്ടും വെളിപ്പെടല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കൊച്ചു മക്കൾ വിളിക്കുന്ന ഓരോരെ കുറിച്ച് നിങ്ങളെല്ലാവരും പ്രവചിക്കുന്നവരായി മാറണം. നിങ്ങള് ദൈവത്തിൽ സംസാരിക്കുന്നവർ നിങ്ങൾ എല്ലാ ആഴ്ചയും ഒന്ന് പറയണം, അയ്യോ ബ്രദറെ, ഇതാ ഈ ദൈവം എന്നോട് ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ പറയാമെന്ന് ഇവിടെ വന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ പറയണം. ഐക്യം കൂടെ പറയണം, ദൈവം എന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ് ഷെയർ ചെയ്യണം. ഹല്ലേലൂയ. ദൈവം എന്നെ ഇങ്ങനെ സ്വപ്നം കാണിച്ചു, അത് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് പറയണം. ഹല്ലേലൂയ. അതിന്റെ അത് വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് മുതൽ ഇതൊരു വെളിപ്പാടിന്റെ സഭയായി മാറട്ടെ. പ്രവചിക്കുന്ന സഭയായി മാറട്ടെ. പ്രവചിക്കുന്ന സഭയായി മാറട്ടെ. ദർശനങ്ങൾ കൈമാറുന്ന സഭയായിട്ട് മാറട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ദൈവം നിങ്ങൾക്ക് മുൻകൂട്ടി കാണിച്ചു തരും. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ പോയാൽ ദൈവം മുൻകൂട്ടി കാണിച്ചു. ഹല്ലേലൂയ. ദൈവം മുൻകൂട്ടി കാണിച്ചു തരും. ആ ഒരു മേഖല ഇന്ന് പകൽക്കാലം വെളിപ്പെടുക. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളോട് പറയും, മോളെ, നിന്റെ വീട്ടിൽ നാളെ ഇന്നൊരു പ്രശ്നം വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന പ്രശ്നം നിന്റെ വീട്ടിന്റെ അകത്ത് ഇന്നൊരു പ്രശ്നം നടക്കാൻ പോകുന്നു, നീ പ്രാർത്ഥിച്ചോ എന്ന് ദൈവം നമ്മളോട് പറയും. ഹല്ലേലൂയ. ആ ഒരു മേഖലയിലോട് കയറാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങള് ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ഒരു പ്രവചിക്കുന്ന സഭയായിട്ട് ഈ സഭയെ ദൈവം മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു പ്രവാചകന്മാരുടെ സഭയായി, ഒരു പ്രവാചകന്മാരുടെ സഭയായി ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഭയങ്കര മഹത്വം വ്യാപരിക്കുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ കൂടെ ഒരു പ്രവാചക ഗണമുണ്ടായിരുന്നു.
ശമൂവേൽ പ്രവാചകന്റെ കൂടെ ഒരു പ്രവാചക ഗണമുണ്ടായിരുന്നു. കാരണം ശമൂവേൽ പ്രവാചകൻ പ്രവചിക്കും. അവന്റെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതേപോലെ തന്നെ അവന്റെ ശിഷ്യന്മാരും ഒരു കൂട്ടം പ്രവചിക്കുന്നവരുണ്ടായിരുന്നു. ഒരു ശിഷ്യന്മാരും ഒരു കൂട്ടം പേർ പ്രവചിക്കുന്നവരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യും? എപ്പോഴും പ്രവചിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. അതേപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ ദൈവം പ്രവചിക്കുന്നവരാക്കി മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു പ്രവചനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും പ്രവചിക്കുന്നവരാക്കി ദൈവം മാറ്റുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് പ്രവചിക്കണം, എനിക്ക് പ്രവചിക്കണം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇപ്പോ തന്നെ സ്വർഗ്ഗം ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോ തന്നെ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം നിങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രവചിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം മാറും. നിങ്ങൾ ഇന്നൊരു പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഇതിനെ കുറിച്ച് പ്രവചിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പറയണം, എനിക്ക് പ്രവചിക്കണം. എല്ലാവരും പറ, എനിക്ക് പ്രവചിക്കണം. ഇത് പകൽക്കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു പ്രവചനത്തിന്റെ ആത്മാവിനാണ് ദൈവം ഇതിനകത്ത് നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിന്റെ മേൽ ദൈവത്തിന്റെ കര ഇന്ന് പകൽക്കാരോട് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ശൗൽ ആള് മാറിയവനെ പോലെ പ്രവചിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേലെ പ്രവചനത്തിന്റെ ദൂത് വിഭോധന വീഴുകയാണ്. ആ പ്രവചനത്തിന്റെ അഭിഷേകം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേല് ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഇതിന്റെ അകത്ത് ഇന്ന് മക്കൾക്ക് ആരെങ്കിലും അന്യഭാഷ കിട്ടിയവരുണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ പറയാം, അതേപോലെ തന്നെ നിങ്ങളുടെ മേൽ പ്രവചനത്താൽ ദൈവം നിറയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അന്യഭാഷ പ്രാപിക്കുന്നവർ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവേ എനിക്ക് അന്യഭാഷ വേണം. പറ, എനിക്ക് അന്യഭാഷ വേണം. ഹല്ലേലൂയ. എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. പറ, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ മലയാളം പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അന്യഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. നമുക്കും ദൈവത്തിന് മാത്രമേ അതറിയാവൂ, മനസ്സിലാവൂ. ഹല്ലേലൂയ. ഒരു പിശാചിന് പോലും മനസ്സിലാവത്തില്ല. നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ദൈവത്തിന് മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് മക്കൾക്കല്ല, ഞാൻ പറയാം, പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ആത്മാവിൽ വൻ കാര്യങ്ങളെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഭാഷയാണ് അന്യഭാഷ. നമ്മള് മലയാളത്തിൽ സംസാരിച്ച എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അന്യഭാഷ സംസാരിച്ചാൽ വേറെ ആർക്കും മനസ്സിലാവത്തില്ല. നമുക്ക് ദൈവത്തിന് മാത്രം. അത് ഡയറക്റ്റ് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഡയറക്റ്റ് ദൈവത്തോടുള്ള സംസാരമാണ് അന്യഭാഷ. ഒരു മനുഷ്യരോടല്ല സംസാരിക്കുന്നേ, ദൈവത്തോടാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. ഇന്ന് മക്കൾക്ക് എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവം നിങ്ങളുടെ നാവിന്റെ മേൽ അന്യഭാഷയാ നിറയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, അന്യഭാഷകൾ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടല്ലേ സംസാരിക്കുന്നത്. ഇത് അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾ മനുഷ്യരോട് സംസാരിച്ചത് മതിയാക്കിയിട്ട് ദൈവത്തോട് സംസാരിക്കാൻ പറയാം. മനസ്സിലാവുന്നോ? ഇതുവരെ ആരോട് സംസാരിക്കുക? മനുഷ്യരോട്. ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. വർഷങ്ങളായി പള്ളിയിൽ പോകുന്നു. ദൈവക്കാരെങ്കിലും കണ്ടിട്ടുണ്ടോ? യേശുവിനെ കണ്ടിട്ടുണ്ടോ? സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? സ്വപ്നം പോലും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ആ ലെവലിൽ മാറണം. ഹല്ലേലൂയ. ദൈവം മോശയുടെ അടുക്കൽ ഇറങ്ങി വന്ന് ഒരു കൂട്ടുകാരനെ പോലെ സംസാരിച്ചു. നിങ്ങളത് ആ ലെവൽ, അടുത്ത ലെവലിൽ കയറണം. വർഷങ്ങളായി നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ് അല്ലേ? പക്ഷേ ദൈവത്തെ കണ്ടിട്ടില്ല. അത് മാറണം. ഹല്ലേലൂയ. അത് നമുക്ക് ഫോട്ടോ യേശുവിനെ അറിയാം.
അല്ലെങ്കിൽ സ്വരൂപത്തിലിരിക്കുന്ന യേശുവിനെ അറിയാം. പക്ഷെ ആ യേശുവല്ല, ഒറിജിനൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ അടുക്കൽ വന്നിരുന്ന് നമ്മൾ സംസാരിക്കും. ഹല്ലേലൂയ. ദൈവം മോശയോട് സംസാരിച്ചു. ആരോട് സംസാരിച്ചു? മോശയോട് സംസാരിച്ചു. അബ്രാഹാമിനോട് സംസാരിച്ചു. ഏലിയാവിനോട് സംസാരിച്ചു. ഇത് അവസാനം യേശു ശിഷ്യനെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ അവന്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. ഹല്ലേലൂയ. ആ ഒരു മേഖല ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ഇന്ന് വരെ ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് നിന്നെ കാണണം. ഞാൻ വർഷങ്ങളായി നിന്നെ കുറിച്ച് പറയുന്നു, സംസാരിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, എല്ലാം ചെയ്യുന്നു. നിന്നെ കുറിച്ച് കേൾക്കണം, പക്ഷെ ഞങ്ങൾക്കൊന്ന് കാണണം. യോഹന്നാൻ ലേഖനത്തിൽ എഴുതി വെച്ചു, ഞങ്ങൾ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഇപ്പോൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും. ആര് വേദം എടുക്കണമോ? യോഹന്നാൻ സുവിശേഷം, യോഹന്നാന്റെ ലേഖനം യോഹന്നാനെയോ 1:1 യോഹന്നാൻ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. കേട്ടോ, ഇവിടെ പറയുന്നത് കേട്ടോ, ഇത് ആദ്യം മുതലുള്ളത്. യേശുവിനെ യോഹന്നാൻ പറയാണ്, ഇത് ആദ്യം മുതൽ ഉള്ളതും. അടുത്ത ഞങ്ങൾ കേട്ടതും. ഇവര് നേരത്തെ യേശുവിനെ കുറിച്ച് എന്ത് ചെയ്തു? കേട്ടിരുന്നു. യേശു ആദ്യം മുതലുണ്ട്, പക്ഷെ യേശുവിനെ കുറിച്ച് കേട്ടു. ഹല്ലേലൂയ. പക്ഷെ അടുത്തിപ്പോ അവർ പറയുകയാണ്, ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്. കണ്ടോ, ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയത്. ഞങ്ങൾ കണ്ടു, അതിന് വ്യക്തമായിട്ട് നമ്മൾ നോക്കി. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ഞങ്ങളുടെ കൈ തൊട്ടു. ഹല്ലേലൂയ. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ആ ജീവന്റെ വചനത്തെ സംബന്ധിച്ച്. കണ്ടോ, ജീവനുള്ള ദൈവത്തെ സംബന്ധിച്ച്. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നു, ആ ആദിയിൽ ദൈവം ആകാശവും, അതല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം. അവിടെ പറഞ്ഞ ആദിയിൽ ആരുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുകയാണ്, ഹല്ലേലൂയ, ആദ്യം മുതൽ ഉള്ളത് ഞങ്ങൾ ഇതുവരെ കേട്ടതേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ ഇപ്പോൾ അത് കണ്ടു. ഞങ്ങളത് കണ്ടു. പറ, ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു. ഞങ്ങൾ നോക്കി പാർത്തതും ഞങ്ങളുടെ കൈ തൊട്ടതുമാണ്. നമ്മുടെ ലെവലുകൾ മാറണം. ഹല്ലേലൂയ. നമ്മൾ വർഷങ്ങളായി ദൈവത്തെ വിളിക്കുന്നു. ആ ദൈവത്തെ കാണണ്ടേ? കാണണോ? നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ ഒന്ന് കാണാൻ പറ്റിയ ദൈവം നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിലവാരങ്ങൾ മാറും. ഹല്ലേലൂയ. ഞാൻ പറയുന്ന, നമ്മൾ യേശുവിനെ കണ്ടത് കൊണ്ടാണ് ഇത് തന്റെ ഇടത്തോടെ നിങ്ങളുടെ മുമ്പിൽ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അടുക്കൽ യേശു ഇറങ്ങി വന്ന് നമ്മൾ സംസാരിച്ചത് കൊണ്ടാണ് ഇത് തന്റെ ഇടത്തോടെ മയക്കം പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാരണം ഒന്നേ ഉള്ളൂ, ആ യേശുവിനെ ഞങ്ങൾ കണ്ടത് കൊണ്ട്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കിടന്ന ഞങ്ങളെ തേടി യേശു വന്നു, ഞങ്ങളെ കണ്ടു, ഞങ്ങളെ തൊട്ടു, ഞങ്ങൾ സംസാരിച്ചത് കൊണ്ട് ഇനി ആ യേശുവിനെ വിട്ടുപിരിയാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. അതേപോലെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വർഷങ്ങളായി ദൈവത്തെ കേൾക്കുന്നു അല്ലെ? വർഷങ്ങളായി ദൈവത്തെ കേൾക്കുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് നിങ്ങളെല്ലാം ബൈബിൾ വായിക്കാറുണ്ട്. പക്ഷെ ഇനി അത് പോരാ. യോഹന്നാൻ പറയുന്നത് പോലെ ഇത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും, അടുത്ത പറയും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ നോക്കിയതുമായ ആ ജീവന്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിന് ജീവനുണ്ട്, ഇതിന് ജീവനുണ്ട്. എന്റെ യേശുവിന് ജീവനുണ്ട്. ഹല്ലേലൂയ. അവൻ മരണത്തോടെ തീർന്നു പോയ ദൈവമല്ല. ഹല്ലേലൂയ. ഇതിന് ജീവനുണ്ട്. പറഞ്ഞോ, ഇത് ജീവനുള്ളതുമായ ജീവന്റെ വചനത്തെ സംബന്ധിച്ച്. ഹല്ലേലൂയ.
ബാക്കിയുള്ളതെല്ലാം മരണത്തോടെ തീർന്നു പോയപ്പോൾ ഇത് മരണത്തോടെ തീർന്നു പോയില്ല, ഇത് ഇന്ന് ജീവനോടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, യോഗ ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നമ്മളെ കണ്ണുകൊണ്ട് കാണണം. നമ്മുടെ കണ്ണുകൊണ്ട് കാണണം, നമ്മുടെ കണ്ണുകൊണ്ട് കാണണം. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് വരുന്ന നമ്മുടെ പ്രാർത്ഥന ഒന്ന് മാറട്ടെ. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഹല്ലേലൂയ. 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 എനിക്ക് നിന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ. ആ ഒരു മേഖല ഇതിന്റെ അകത്തുനിന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാടിന്റെ ഒരു മേഖല. ഹല്ലേലൂയ. ഒരു വെളിപ്പാടിനാ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാടിനാ ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്ന അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ പേര് ഞാൻ എന്റെ ആത്മാവിനെ പകരം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണാം, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണാം. ഞാൻ എന്റെ ദാസന്മാരുടെ മേല് ദാസിമാരുടെ മേല് ഞാൻ എന്റെ ആത്മാവിനെ പകരം, അവരും പ്രവചിക്കും. ഹല്ലേലൂയ. ഈ ഒരു മേഖല നിങ്ങളുടെ മേൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകരായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ കാണാൻ പോകുകയാണ്. ഞാൻ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ കാണാൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരാണോ? നിങ്ങൾ ദൈവത്തെ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ കാണാം. നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും. ഈ ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും എന്ന് പറഞ്ഞ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എത്ര പേർ ദൈവത്തെ വിളിക്കുന്നു, അവരുടെ അടുക്കൽ ദൈവം ഇറങ്ങി വരും. ഞാൻ ഇതിനൊരു വാശി വേണം. എനിക്ക് ദൈവത്തെ കണ്ടേ പറ്റത്തുള്ളൂ. എനിക്ക് ദൈവത്തെ കാണണം. ഞാൻ വർഷങ്ങളായി ഈ ദൈവത്തെ കുറിച്ച് വായിക്കുന്നു, കേൾക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല ഇതുവരെയും. എനിക്ക് ദൈവത്തെ കാണണം. ദൈവത്തെ കാണണം. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഫാദർ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ വേലക്കാരെ നിങ്ങൾക്ക് മാറണോ? ആ ദൈവത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ മേൽ വീഴണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ മേൽ വീടില്ലെങ്കിൽ ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാണ് വരും 2 ദിവസം കഴിയും, പിന്നെ ആളിനെ കാണത്തില്ല. കാരണം അവര് ദൈവമായിട്ട് ബന്ധമില്ല. അവര് ജസ്റ്റ് വന്നവർ പോയി. ഹല്ലേലൂയ. പക്ഷെ ദൈവം നമ്മളുമായിട്ട് ഉറച്ചൊരു ബന്ധം ഉണ്ടെങ്കിൽ വിട്ടുപിരിയാതെ നമ്മളെപ്പോഴും ചെയ്യും. ദൈവത്തോടൊപ്പം ജീവിക്കും. ഹല്ലേലൂയ. നിങ്ങളെ പലപ്പോഴും ആദ്യം അറിയാം, പലരും പറയും, ബ്രദറെ, ഞാൻ ഒരിക്കലും വിട്ടുപിരിയത്തില്ല, വച്ച കാല് അല്ലെ മുമ്പിലോട്ട് തന്നെ, ഒരിക്കലും പുറകിലോട്ട് വലിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ധാരാളം പേരെ കാണാനില്ല. ഫ്രണ്ടിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇനി ഞാൻ ഒരിക്കലും പിരിയത്തില്ല, വച്ച കാലം മുമ്പിലോട്ട്, ഒരിക്കലും ബാക്കിലോട്ട് പോവത്തില്ല. ഹല്ലേലൂയ. എന്നൊക്കെ പറഞ്ഞ് ദൈവം ഒരുപാട് നന്മകൾ ചെയ്തവരെ ഇപ്പൊ കാണാനില്ല. കാരണം ഒന്നേ ഉള്ളൂ, അവരും ദൈവവുമായിട്ട് ഹൃദയ സംബന്ധമായ ബന്ധമില്ല. ഹല്ലേലൂയ. അവർ പുറമേയുള്ള സ്നേഹം മാത്രമല്ല. അപ്പൊ കാര്യം കഴിഞ്ഞപ്പോൾ ആളെ പോയി. ഹല്ലേലൂയ. കാര്യം നടന്നപ്പോൾ ആളെ മുന്നിൽ പോയി. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപിരിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ വിട്ടുപിരിയത്തില്ല അല്ലേ? ഇപ്പോഴും നമ്മുടെ ഭർത്താവുണ്ട്, കണ്ടു പിടിച്ച് അടിക്കുന്ന ഭർത്താവായിരുന്നു അല്ലേ? നിങ്ങൾ വിട്ടുപിരിഞ്ഞ് പോയോ? വിട്ടുപിരിഞ്ഞ് പോയില്ല അല്ലേ? അതെ. കാരണം എന്താണ്? നമ്മുടെ ഭർത്താവ് ഹൃദയം കൊണ്ടൊരു ബന്ധമുള്ളത് കൊണ്ടാണ് തല്ല് തന്നിട്ടും പല കഷ്ടപ്പാടുകൾ നമുക്കെതിരെ ഉണ്ടായിട്ടും നമ്മൾ വിട്ടുപിരിയാത്തതിന് കാരണം ഹൃദയം കൊണ്ടൊരു ബന്ധമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതേപോലെ ഹൃദയം കൊണ്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വിട്ടുപിരിയത്തില്ല. ഹല്ലേലൂയ. ഇതേപോലെയാണ് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാല്, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നാല് നമ്മൾ അതെല്ലാം സഹിച്ചു നിൽക്കും. ദൈവത്തെ വിട്ടുപിരിയാതെ, പ്രാർത്ഥന വിട്ടുപിരിയാതെ. ഹല്ലേലൂയ.
ദൈവത്തിനുവേണ്ടി ഉറച്ചു നിൽക്കാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ യേശു ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. നിങ്ങളുടെ മേൽ അവന്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിനാൽ അവൻ നിറയ്ക്കാം. നിങ്ങളെ പ്രവാചകരാക്കി മാറ്റും. ഹല്ലേലൂയ. നിങ്ങളും ദൈവവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉള്ളതിന് തെളിവാണ് ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു കൃപ നിങ്ങളുടെ മേൽ ദൈവം തരും. ഹല്ലേലൂയ. ഇവിടെ ഫാനുണ്ട്. എന്തുകൊണ്ടാണ് കറങ്ങുന്നത്? കറണ്ട് ഉള്ളത് കൊണ്ടാണ് കറങ്ങുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ ഫാനിൽ എന്തുണ്ട്? കറണ്ട് ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫാൻ കറങ്ങുന്നത്. കറണ്ട് പോയാൽ ഫാൻ കറങ്ങത്തില്ല. ഇതേപോലെ നമ്മുടെ മേൽ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിട്ടുപിരിയത്തില്ല. ഈ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? അതുകൊണ്ട് ഇത് അന്ത്യ കാലഘട്ടമാണ്. നിങ്ങളെല്ലാവരും പ്രവചിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഇന്ന് മുതൽ പ്രവചിക്കുന്നവരായി മാറണം. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥിക്കാൻ പോകണം. കാരണം ഇന്ന് പകൽക്കാലം കർത്താവേ, ഞാൻ ഇവരെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ ഇവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ഇവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ദൈവത്തിന്റെ ദർശനത്താൽ നിറയട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടട്ടെ. വിവാദന സ്വർഗ്ഗോട് ഇറങ്ങി, വിവാദന സ്വർഗ്ഗോട് ഇറങ്ങി എന്റെ ദൈവയുടെ അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി. എന്റെ ദൈവയുടെ ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി. വിവാദന ദൈവത്തിന്റെ ഭയങ്കര മകത്തോടെ വ്യാപരിക്കുന്നു. സ്വർഗ്ഗോട് ഇറങ്ങി നിൽപ്പുണ്ട്. വിവാദന സ്വർഗ്ഗോട് ഇറങ്ങി നിൽപ്പുണ്ട്. ഭയങ്കര മകത്തോടെ ചലിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത് നീ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. അങ്ങയുടെ പ്രവചനത്താൽ എന്നെ നിറയ്ക്കണം. കർത്താവേ, എന്റെ നാവിൽ പ്രവചനം തരണം. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. പ്രവചനത്താൽ എന്നെ നിറയ്ക്കണം. പ്രവചനത്താൽ എന്നെ നിറയ്ക്കണം. അന്യഭാഷയാൽ എന്റെ നാവിനെ നിറയ്ക്കണം. ഹല്ലേലൂയ. എനിക്ക് ദർശനങ്ങളാൽ എന്നെ നിറയ്ക്കണം. ദർശനങ്ങളാൽ എന്നെ നിറയ്ക്കണം. ദർശനങ്ങളാൽ എന്നെ നിറയ്ക്കണം. ദർശനങ്ങളാൽ എന്നെ നിറയ്ക്കണം. വിഭാവന ദൈവത്തിന് ഭയങ്കര മഹത്തോടെ വ്യാപരിക്കണം. ഹല്ലേലൂയ. ദർശനങ്ങളാൽ ദൈവത്തിന് നിറയ്ക്കണം. ഹല്ലേലൂയ. പറ, ദൈവമേ ദർശനത്താൽ നിറയ്ക്കണം. ദൈവമേ നീ സംസാരിക്കണം. എനിക്ക് നിന്നെ കാണണം. ഹല്ലേലൂയ. അപ്പാ, എനിക്ക് നിന്നെ കാണണം. എനിക്ക് നിന്നെ കാണണം. ദൈവത്തിന് ഭയങ്കര മഹത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു സ്പർശനമെങ്കിലും ദൈവമേ എനിക്ക് കേൾക്കണം. പറ, കർത്താവേ, അങ്ങയുടെ ഒരു സ്പർശനം, അങ്ങോട്ട് തൊടണമെന്ന്. ആ രക്തസ്രാവക്കാത്ത സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ തന്നെ യേശുവിന്റെ ശക്തി പറഞ്ഞു. അതേപോലെ ഒരു ശക്തി എനിക്ക് വേണം. ദൈവത്തിന്റെ ഒരു ശക്തി എന്റെ മേൽ പകരപ്പെടണം. അപ്പൊ അങ്ങയുടെ ഒരു ശക്തി എന്റെ മേൽ പകരപ്പെടണം. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. കർത്താവേ, അങ്ങയുടെ ഒരു സ്പർശനമെങ്കിലും എനിക്ക് വേണം. ഇന്നെ തൊടണം. പറ, കർത്താവേ, യേശുവേ എന്നെ തൊടണം. യേശുവേ എന്നെ തൊടണം. മർക്കോസിന് മാളിക മുറിക്കത് കൂടിയിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. കർത്താവേ, എനിക്ക് അങ്ങയുടെ വേല ചെയ്യണം. കർത്താവേ, എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം. അടുത്തൊരു തലമുറ ഇതിന്റെ അകത്ത് എഴുന്നേറ്റ് വരികയാണ്. അടുത്തൊരു തലമുറ അപ്പോസ്തല പ്രവർത്തികൾ തീർന്നു പോയിട്ടില്ല. അടുത്തൊരു തലമുറ ഇതിന്റെ അകത്ത് എഴുന്നേറ്റ് വരികയാണ്. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. Yeah.
ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവഹിച്ചിടാൻ. തീപോലെ ഇറങ്ങണമേ, അഗ്നിനാളായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിനാളായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. കശയിലെ പ്രാർത്ഥനയിൽ ഒരു കൈവീട്ടം ഞാൻ കാണുന്നു. ആകാശത്തിലെ അഗ്നിമഴയായി പെയ്യണമേ. കശയിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു. ആകാശത്തിലെ അഗ്നിമഴയായി പെയ്യണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിയായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിയായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. തീയായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയെന്നിൽ നിറയ്ക്കണമേ. തീയായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയെന്നിൽ നിറയ്ക്കണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിയായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിയായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. അഗ്നിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവഹിച്ചിടാൻ. അഗ്നിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവഹിച്ചിടാൻ. തീപോലെ ഇറങ്ങണമേ, അഗ്നിയായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിയായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. സർവ്വരുടെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു. ആകാശത്തിലെ അഗ്നിമഴയായി പെയ്യണമേ. സർവ്വരുടെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു. ആകാശത്തിലെ അഗ്നിമഴയായി പെയ്യണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിയായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. തീപോലെ ഇറങ്ങണമേ, അഗ്നിയായി പതിയണമേ, ഒരു കാറ്റായി വീശണമേ, അഗ്നിയായി ഒഴുകണമേ. തീയായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ
കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആത്മീയത്തെ നിറയ്ക്കണമേ. ഈ മലമുകളിൽ ഒരു തീജ്വാലയെ കാണുന്നു. ഇസ്രായേൽ ദൈവമേ, ആത്മീയത്തെ നിറയ്ക്കണമേ. അതിനായി പതിയണമേ, ഒരു കഥായി ചെയ്യണമേ, അകമതിയായി ഒഴുകണമേ. ഇവരെണമേ, അതിനായി പതിയണമേ, ഒരു കഥായി ചെയ്യണമേ, അകമതിയായി ഒഴുകണമേ. ഒരു കഥായി ചെയ്യണമേ, അകമതിയായി ഒഴുകണമേ.
ദൈവത്തിന്റെ തീ കത്തുന്ന കരങ്ങളായിട്ട് ദൈവത്തെ തുതിക്കും. ആ തീ കത്തുന്നു, തീ പോലെ ഇറങ്ങുന്നു, തീ പോലെ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, 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 ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന ദൈവത്തിന്റെ തീ ഭാവന വരം ഭാവനാവിന്റെ ശക്തി ദൈവത്തിന്റെ ഭയങ്കര ജോലി ലഭിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ആത്മീയതയാൽ ശക്തിയാണ് ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ. ഓ തീയാണെന്ന് 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 ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, വിവാദന വിവാദന ദൈവത്തിന്റെ ഭയങ്കര ജോലി കമ്പുന്നു തീ, ദൈവത്തിന്റെ തീ വിവാദന ഭയങ്കരമായ ദൈവമകത്ത് വെളിപ്പെടുകയാണ്. വിഭോദന ദീപത്തുന്നു ദീപത്തുന്നു സത്യകാലം സകല ജനത്തിന്റെ പേര് ഞാൻ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കുക, നിങ്ങളുടെ ദേവരക്കാർ ദർശനങ്ങൾ ദർശിക്കുക, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണാം. എന്റെ ദാസന്മാരുടെ പേര് ദാസിമാരുടെ പേര് ഞാൻ എന്റെ ആത്മാവിന്റെ പകരം അവരെ പ്രവചിക്കുക തന്നെ. ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഭാഗത്തിന് വ്യാപരിക്കുന്നു. രമാ രംഗേ 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 നദാ രമാ രംഗേ രംഗേ നദാ രമാ. ഓ രാ 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 രമാ രംഗേ 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 നദാ. ഓ യേശുവേ ചാലേ ചാലേ അംസലമിലാ രംഗേ ജാ രിഗാ ബാലാ രിഗോ 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 ഇതേ ബാമാ ജിന്ദാ ബാമാ അംസലമിലാ രംഗേ ജാ രിഗാ രാ രമാ രംഗേ 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 നദാ രമാ രംഗേ രേ രേ രാ 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 രിഗാ രംഗേ 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 നദാ രമാ. യേശുവേ ചാലേ ചാലേ അംസലമിലാ രംഗേ ജാ രിഗാ ബാലാ രിഗോ 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 ഇതേ ബാമാ ജിന്ദാ ബാമാ യേശുവേ ചാലേ ചാലേ രിഗാ നദാ രമാ രേ രേ രാ 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 രിഗാ രംഗേ 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 നദാ. വിവാദന ഭയങ്കരമായ ദൈവമകത്ത് വെളിപ്പെടുകയാണ്. വിവാദന ഭയങ്കരമായ ദൈവമകത്ത് വെളിപ്പെടുകയാണ്. വിവാദന ഭയങ്കരമായ ദൈവമകത്ത് വെളിപ്പെടുകയാണ്. ഇത് പകൽക്കാലം സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പാണ്. എന്റെ യേശുവിൽ ഇറങ്ങി നിൽപ്പാണ്. യേശുവിൽ ഇറങ്ങി നിൽപ്പാണ്. യേശുവിൽ ഇറങ്ങി നിൽപ്പാണ്. ദൈവത്തിന്റെ ഭയങ്കര ജോലി ഇല്ല. രാധാ 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 അമ്മ രംഗേ രംഗേ ദൈവത്തിന്റെ തീ 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 ദൈവത്തിന്റെ 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 തീ കത്തുന്നു 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 ദൈവത്തിന്റെ തീ കത്തുന്നു ദൈവത്തിന്റെ തീ കത്തുന്നു. സകലാത്മാക്കൾ ആടിയ വിഭാഗത്തിന് ദൈവത്തിന്റെ തീ 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 ദൈവത്തിന്റെ തീ ദൈവത്തിന്റെ തീ ദൈവത്തിന്റെ തീ 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 ആദ്യകാലത്ത് പിശാചിന്റെ കോട്ടകളെ തകർക്കുന്ന പിശാചിന്റെ പേരുകളെ ഓട്ടിക്കുന്ന അത് കുടിയിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരു കൂട്ടം തലമുറ ഇവിടെ പുറത്തു വരികയാണ് പുറത്തു വരികയാണ്. പിശാചിന്റെ കോട്ടകളെ തകർക്കുന്ന സത്യവാദത്തെ തകർക്കുന്ന കഞ്ചാവിനെ തകർക്കുന്ന ലഹരികളെ തകർക്കുന്ന ദൈവത്തിന്റെ ആഭിഷേകം ഇവിടെ പുറത്തു വരികയാണ്. ദൈവത്തിന്റെ തീ ദൈവത്തിന്റെ തീ ദൈവത്തിന്റെ തീ കത്തുന്ന തീ തീ ഈ യൗവനക്കാരെ സത്യവാദത്തെ മൈക്കറിന്റെ അടിയാക്കുന്ന സകല പിശാച് തലകളെ വെട്ടി മാറ്റുന്നു. ദൈവം പറയുന്നു അന്ത്യകാലത്ത് സകല ജഗത്തിന്റെ പേര് ഞാൻ എന്റെ ആത്മാവിനെ പകരുകൊണ്ടാണ് അതിന് വിരോധമായി വ്യാപരിക്കുന്ന സകല പൈശാചിക സ്വാധീനം വെട്ടി മാറ്റുന്നു. സത്യമായ സ്പിരിറ്റുകളെ ഓട്ടിക്കുന്നു. കഞ്ചാവിന്റെ സ്പിരിറ്റുകളെ ഓട്ടിക്കുന്നു. ലഹരിയുടെ സ്പിരിറ്റുകളെ ഓട്ടുന്നു. പാപത്തിന്റെ സ്പിരിറ്റുകളെ ആടിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു
അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ പേര് ഞാൻ ആത്മാവിന്റെ പകല് വിളിച്ചു പറ അന്ത്യകാലത്ത് സകല ജനത്തിന്റെ പേര് ഞാൻ ആത്മാവിന്റെ പകല് 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 വിളിച്ചു പറ അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ പേര് ഞാൻ ആത്മാവിന്റെ പകല് 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 ഇത് ദൈവത്തിന് ചലിക്കുന്നു ദൈവത്തിന്റെ കല ഭയങ്കരമായി ദൈവത്തിന് ചലിക്കുകയാണ്. ഇതിനകത്ത് ഭയങ്കരമായ രോഗത്തോടെ നടക്കുന്നു. ഇത് മക്കളുടെ കളത്തിൽ നടക്കുന്നവർ ചാടി എണീക്കുകയാണ്. മുടങ്ങന്മാർ നടക്കുന്നു, ചുരുക്കന്മാർ കാണുന്നു, ജഗടന്മാർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. Oh, Riga, Radha, 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 Ramba, Radha, Radha, education is when they are Riga, Riga, Bala, Riga, Bala, Riga, 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 Bala, Riga, 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 Radha, 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 Ramba, Riga, Radha, Ramba. Oh, Riga, Radha, 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 Ramba, Riga, Radha, Radha, Oh, Riga, Radha, 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 Ramba, Riga, Radha, Ramba. Oh, Riga, Radha, 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 Ramba, Riga, Radha, ഭയങ്കരമായ ദൈവമകത്തോ ഭയങ്കരമായ ദൈവമകത്തോ ഭയങ്കരമായ ദൈവമകത്തോ ഓ പിന്നെ പകലിക്കാൻ ഭയങ്കര ശ്വാസന തകര് പിടിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേര് ഞാനിന്റെ ആത്മാവിന്റെ പകരം പിശാചി അതിന് വിരോധമായി യൗവനക്കാരുടെ മദ്യപാന സ്പിരിറ്റുകളെ കോട്ടിക്കുകയാണ്. കഞ്ചാവിന്റെ സ്പിരിറ്റുകളെ കോട്ടിക്കുകയാണ്. ലഹരിയുടെ സ്പിരിറ്റുകളെ കോട്ടിക്കുകയാണ്. മയക്കുമരുന്നിന്റെ സ്പിരിറ്റുകളെ കോട്ടുന്നു. ഇന്ന് മക്കൾക്ക് ദൈവത്തിന്റെ കാര്യം നിങ്ങൾക്ക് വെളിപ്പെടുകയാണ്. ദൈവം പറയുന്നു അന്ത്യകാലത്ത് സകല ജനത്തിന്റെ പേര് ഞാനിന്റെ ആത്മാവിന്റെ പകരം വ്യാപരിക്കുകയാണ്. അത് നിങ്ങളുടെ പേര് വ്യാപരിക്കുന്നു. Oh, Riga, Radha, 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 Rama, Rage, Rama. ദൈവത്തിന്റെ ഭയങ്കര മകത്വം ഇന്ന് മകൾക്കാൽ അന്ത്യകാലത്ത് സകല ജനത്തിന്റെ പേര് ആ ദൈവത്തിന്റെ കാര്യം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു അന്ത്യകാലത്ത് സകല ജനത്തിന്റെ പേര് ഞാനിന്റെ ആത്മാവിന്റെ പകൽ സകല ജനത്തിന്റെ പേര് ഇന്ന് മകൾക്കാലം ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. എല്ലാ മദ്യപിക്കുന്നവരുടെ പേര് എല്ലാ ലഹരി ഉപയോഗിക്കുന്ന പേര് ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. സകല പാപികളുടെ പേര് ചുണ്ടക്കാരുടെ പേര് വ്യഭിചാരിയുടെ പേര് ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. സകല കള്ളൂഴിയന്മാരുടെ പേര് ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. ഇന്ന് മകളിക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു സകല ജഗത്തിന്റെ പേര് ഞാനെന്റെ ആത്മാവിനെ പകരം. ബ്ലോക്കുകളെല്ലാം അപ്രത്യക്ഷമാകട്ടെ. ഓ ബ്ലോക്കുകളെല്ലാം അപ്രത്യക്ഷമാകട്ടെ. ബ്ലഡ് ഓടട്ടെ. ബ്ലോക്കുകളെല്ലാം മാറിക്കോട്ടെ. യേശുവിന്റെ നാമത്തിൽ ബ്ലോക്കുകളെല്ലാം മാറിക്കോട്ടെ. ദൈവത്തിന്റെ കല ബ്ലോക്കുകളെല്ലാം വിട്ടമാറാൻ കൽപ്പിക്കും. ഓ ഭയങ്കരമായ ദൈവഭക്തികൾ വ്യാപരിക്കുകയാണ്. ഇന്ന് പകരത്ത് ദൈവത്തിന്റെ വചനം പറയുന്നത് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ പേര് ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന്. അങ്ങനെയെങ്കിൽ സകല കള്ളൂഴിയന്മാരുടെ പേരും ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് പേര് ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. സകല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് പേര് ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. ഇന്ന് പകർക്കാർ എത്ര വലിയ കള്ളൂഴിയനാണെങ്കിലും എത്ര വലിയ കഞ്ചാവ് അടിക്കാരനാണെങ്കിലും
എത്ര വലിയ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇന്ന് അവിടെ എല്ലാവരുടെ മേല് ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. സകല ചുങ്കക്കാരുടെ മേല് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നെങ്കിൽ, സകല വ്യഭിചാരിയുടെ മേല് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ വിളിച്ചു പറയുന്നു, ഈ അന്ത്യ കാലഘട്ടത്ത് സകല വ്യാധികളുടെ മേല്, സകല ആളുകളുടെ മേല്, സകല ജനത്തിന്റെ മേല് ഞാൻ എന്റെ ആത്മാവിനെ പകരുന്നു. ഇത് പകൽക്കാലം നിങ്ങളോട് ഞാൻ പറയാം, ഈ ദേശത്തിന് മദ്യപാനികൾ കാണത്തില്ല, കഞ്ചാവ് ഉപയോഗിക്കുന്നവർ കാണത്തില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കാണത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ സകല ജഡത്തിന്റെ പേര്, സകല ജഡത്തിന്റെ പേര്, സകല മനുഷ്യരുടെ പേര് ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. പ്രത്യേകിച്ച് കടലിൽ പോകുന്നതെല്ലാം പറയുന്നൊരു കാര്യമാണ്, കള്ള് കുടിച്ചാലേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹാലേലൂയ. മുറുക്കാൻ ചവച്ചാലേ ഉറങ്ങാതിരിക്കാൻ പറ്റത്തുള്ളൂ. അതിനെല്ലാം മാറ്റി ദൈവത്തിന്റെ ആത്മാവിനെ കർത്താവ് പകരാൻ പോകുകയാണ്. ഹാലേലൂയ. അവരെല്ലാം മീൻ പിടിക്കാൻ പോകുമ്പോൾ അന്യഭാഷ പറഞ്ഞ് മീൻ പിടിക്കാൻ പോകും. ഹാലേലൂയ. എന്ത് പറഞ്ഞ്? മുറുക്കാൻ ചവച്ചല്ല മീൻ പിടിക്കുന്നേ, അന്യഭാഷ പറഞ്ഞ് റമ ഷഗേ റഗേ നദ, റമ ഷഗേ റഗേ നദ റമ. കള്ളു കുടിച്ചല്ല മീൻ പിടിക്കുന്നേ, ക്ഷീണം മാറ്റുന്നേ. അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് തുള്ളിച്ചാടി അവർ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ആ ഒരു മേഖല ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ഞാൻ പറയാം, കള്ളുകൂടി മാറ്റിയിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നിറയ്ക്കുന്നു. മുറുക്കാഞ്ചപ്പ് മാറ്റിയിട്ട് ദൈവത്തിന്റെ അന്യഭാഷയെ ദൈവം നിറയ്ക്കുകയാണ്. സകല കള്ളു കുടിക്കുന്നവരുടെ പേര്, കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ പേര്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ പേര് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകരാൻ മന്ത്രവാദത്തിൽ നടക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരാൻ പോവുകയാണ്. മന്ത്രവാദത്തിന് വേണ്ടി നടക്കുന്നവർ, ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ പകരുകയാണ്. ഇന്ന് മകൾക്ക് പ്രവചിക്കാൻ പോവുകയാണ്. ഇന്ന് മകൾക്ക് ഒരു കൂട്ടം പേർ പ്രവചിക്കുന്നവരായി ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങളുടെ ഭർത്താവ് കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇന്ന് പറ, അവർ പ്രവചിക്കും, പ്രവാചകനായി മാറാൻ പോവുകയാണ്. പ്രവചിക്ക്. ഇനി കള്ള് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ മേൽ പ്രവചനത്തിന്റെ ആത്മാവിനെ ദൈവം നിറയ്ക്കുകയാണ്. അന്യഭാഷയെ ദൈവം നിറയ്ക്കുകയാണ്. പറ, എനിക്കിനി മുറുക്കാൻ വേണ്ട, ദൈവത്തിന്റെ അന്യഭാഷ മതി. പറ, മുറുക്കാൻ വേണ്ട, അന്യഭാഷ മതി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, അത് മാറ്റിമറിക്കാൻ പോകുന്ന ദൈവം. നിങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഈ ദേശങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര അത്ഭുതം എന്റെ ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോകുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഞാനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇവരെല്ലാവരും അഭിഷേകത്താൽ നിറയട്ടെ. ഇവരെല്ലാവരും അന്യഭാഷ നിറയട്ടെ. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് വരാതെ വീട്ടിൽ മുടങ്ങിയിരിക്കുന്ന മടിച്ചു നിൽക്കുന്ന മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരട്ടെ. കർത്താവ് സ്നാനമെടുത്തിട്ട് 32 പേരോട് സ്നാനമെടുത്തു. അവർ പലരെയും കാണാനില്ല. അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ നിറയട്ടെ. ഇപ്പോൾ സ്നാനമെടുത്തിട്ട് മുങ്ങി നടക്കുന്നതിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. അവരെല്ലാം ദൈവത്തിന്റെ ആത്മാവിനെ നിറയപ്പെടട്ടെ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ നിറയപ്പെടട്ടെ. സ്നാനമെടുത്തിട്ട് മുങ്ങി എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറയും. ഇങ്ങനെ തന്നെ പറ, സ്നാനമെടുത്തിട്ട് മുങ്ങി നടക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. പറ, സ്നാനമെടുത്തിട്ട് മുങ്ങി നടക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം സ്വർഗമേ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം അനുഗ്രഹമായി മാറട്ടെ, അത്ഭുതമായി മാറട്ടെ, ലോകം അറിയപ്പെടുന്ന പ്രവാചകരായി മാറട്ടെ. കർത്താവിനോട് സംസാരിക്കട്ടെ. എല്ലാ ദിവസവും കർത്താവ് നീ അവരോട് സംസാരിക്കണം. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ തലമുറകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ തലമുറകളും ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ.
കർത്താവിനെ പ്രസംഗിക്കുന്നവരായി മാറട്ടെ. യേശുവിൻ നാമത്തെ ബ്ലസ് ചെയ്യും. കർത്താവ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ദൈവം നമ്മൾ കൊടുക്കണം.